ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാതെ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിലാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിക്കാനാണ് സാധ്യത. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമാണ് അപ്പീൽ പരിഗണിച്ചത്. സജി ചെറിയാൻ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. സർക്കാരിന് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. വേണ്ടി പ്രത്യേകിച്ച് സിനിമാ സീരിയൽ രംഗത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങൾ അഡ്രസ് ചെയ്തു. ആ അഡ്രസ് ചെയ്തതിനകത്ത് അവർ തന്ന നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായ പഠനങ്ങൾ, അത് ചിലത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ എങ്ങനെ നിയമപരമായും അല്ലെങ്കിൽ ഭരണപരമായും ചെയ്യാൻ കഴിയും, അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ 3, 4, 5, 6 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞത് പൂർത്തിയായി. മന്ത്രിയുടെ വേർഷൻ അതാണ്, അതായത് സർക്കാരിന് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. സർക്കാർ പരിഗണിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ അത് പുറത്തുവിടുകയും ചെയ്തു. അന്ന് കമ്മീഷൻ അംഗം പറഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അംഗീകരിച്ചത്. ഇന്ന ഭാഗങ്ങൾ, ഇന്ന പേജുകൾ, ഇന്ന ഖണ്ഡികകൾ പുറത്തുവിടാൻ പാടില്ല, ബാക്കിയുള്ള ഭാഗങ്ങളാണ് പുറത്തുവിടാൻ പറഞ്ഞത്. അത് അന്ന് തന്നെ പുറത്തുവിട്ടു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബാക്കി ഭാഗങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്, അതെല്ലാം കോടതി ഹാജരാക്കണമെന്ന്. ഗവൺമെന്റിന് ഒരു മടിയില്ലായിരുന്നു. അപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി മുഴുവൻ രേഖകളും സീൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹാജരാക്കി. ഹൈക്കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അതിനു മുമ്പ് തന്നെ ഗവൺമെന്റ് പോലീസ് തലത്തിൽ അന്വേഷണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് എല്ലാ അന്വേഷണവും നടന്നത്. ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റിന് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട്. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടുന്നത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരം, അവകാശം എന്താണ്, അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാതെ. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നു? ഞങ്ങൾ മറച്ചു വെക്കാതെ പുറത്തുവിടാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. കമ്മീഷൻ അംഗമാണ്. അത് പുറത്തുവിട്ടില്ല. ഇല്ല, ഒരു പേജും. അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. വിവരാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒഴിച്ച് മുഴുവൻ കാര്യങ്ങളും പുറത്തുവിട്ടു. അപ്പോഴാണ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് ഇതെല്ലാം നിങ്ങൾ സീൽ ചെയ്ത് ഇവിടെ തരാൻ പറഞ്ഞു. അപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾ അത് സീൽ ചെയ്ത് ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി മുമ്പാകിയതുകൊണ്ട് ഇത് മുഴുവൻ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി ഹൈക്കോടതി കൈമാറിയിട്ടുണ്ട്. ഇത് വളരെ സുതാര്യമായൊരു കാര്യമാണ്. ആര് ചോദിച്ചാലും അത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നൊരു കാര്യമാണ്. അതൊരു പുതുമയായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ഇത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ വകുപ്പിനുള്ളൂ. എന്താണോ ഹേമ കമ്മിറ്റി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു നിയമനിർമ്മാണം തന്നെ നടത്താൻ പോവുക. ഒരു സിനിമാ നയം അതിന് അന്തിമ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതാണ് സർക്കാരിന്റെ ഭാഗം. ബാക്കി അതിന് നിയമപരമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കോടതി പരിശോധിക്കുകയാണ്. അപ്പോൾ കോടതി മുമ്പായിരിക്കുന്ന വിഷയത്തെപ്പറ്റി നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ പാടില്ല. ഗവൺമെന്റിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നിർദ്ദേശങ്ങൾ കുറെ പറഞ്ഞു. 24 നിർദ്ദേശങ്ങളുണ്ട്. ആ 24 നിർദ്ദേശങ്ങൾ നിയമാനുസൃതം എന്തെല്ലാം നടപ്പാക്കാൻ പറ്റുമോ അതെല്ലാം നടപ്പാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ട് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിലൂടെ ഒരു നിയമനിർമ്മാണം, ഈ നിയമസഭയായിരിക്കില്ല, അതിനടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമനിർമ്മാണത്തിന്റെ ഭാഗം കൂടി ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. നിയമോപദേശം സ്വീകരിച്ചിട്ടുണ്ട്. നിയമവകുപ്പിന് അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗം പൂർണ്ണമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ജുഡീഷ്യറിയുടെ ഭാഗമാണ്. അവിടെ ജുഡീഷ്യറിന്റെ മുമ്പിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സർക്കാരിന് വേണ്ടി ഒരു അഭിപ്രായം പറയാൻ പറ്റും. കോടതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണല്ലോ, കേൾക്കുമല്ലോ. ഞങ്ങൾ അതിനൊന്നും എതിരെ നിന്നിട്ടില്ല. അതെല്ലാം
പറയുന്ന സമയത്ത്, പറയുന്ന മിനിറ്റിൽ, പറയുന്ന മണിക്കൂർ ചെയ്തിട്ടുണ്ട്. ഇതാണ് വസ്തുത. എന്തിനു ഭയപ്പെടാൻ? സർക്കാർ എന്തിനാ ഭയപ്പെടുന്ന കാര്യം? പൂർണ്ണരൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ. അതാണ് മന്ത്രിയുടെ വേർഷൻ. അതായത് ഈ 5 പേജുകൾ അത് പുറത്തുവിടാത്തത് വിവരാവകാശ കമ്മീഷൻ മായി ബന്ധപ്പെട്ട അതിനെ ചേർത്ത് വെക്കുകയാണ് മന്ത്രി. കാരണം അവർ പറഞ്ഞ എല്ലാ പേജുകളും പുറത്തുവിട്ടിട്ടുണ്ട്. സർക്കാരിന് അതിലൊരു ബാധ്യതയുമില്ല, സർക്കാർ അത്തരത്തിൽ ആലോചിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, ഇപ്പോൾ ഈ നമ്മൾ അന്ന് മുതൽ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ആ ദിവസം മുതൽ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ പേജുകൾ പുറത്തു വരുന്നില്ല എന്നുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും ഒക്കെ പേര് വിവരങ്ങൾ ഇതിൽ വളരെ കൃത്യമായി തന്നെ ഉണ്ടോ, ഈ പേജുകളിലുണ്ടോ? അത് സിനിമാ മേഖലയിൽ മറ്റൊരു പ്രതിസന്ധിയാകുമോ? അത് പല വിഗ്രഹങ്ങളും ഉടയാനുള്ള സാഹചര്യം ഒരുക്കുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതിലേക്ക് ഉത്തരം വരണമെങ്കിൽ ഈ പേജുകൾ പുറത്തു വരണം. അത് ഇന്ന് സംഭവിക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇത് പേജുകൾ ഇന്ന് പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ പേജുകൾ പുറത്തുവിടണമെന്ന ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ ഇടും. അതാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഈ പേരുകളിൽ ചോദിച്ച പോലെ ഏതെങ്കിലും പ്രമുഖരുടെ പേജുകളിൽ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും പ്രമുഖരുടെ പേരുകളുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ പേരുകളാകില്ല. ഒരുപക്ഷെ ഈ എല്ലാവർക്കും മനസ്സിലാകുന്ന സൂചനകൾ, പേര് പറയാതെ തന്നെ ആളിലേക്ക് കൃത്യമായി എത്താൻ കഴിയുന്ന സൂചനകളാണ് ഈ മൊഴികളുടെ ഭാഗമായി ഉള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് വിവരം ലഭിക്കുന്നത്. ഏതായാലും 5 പേജുകൾ 11 ഖണ്ഡികകൾ ഇത് എന്തിനു ഒഴിവാക്കിയെന്നാണ് ഈ സർക്കാരിനോട് പ്രധാനമായും മാധ്യമപ്രവർത്തകർ അപ്പീലിൽ ചോദിച്ചത്. എന്തുകൊണ്ട് അത് ഒഴിവാക്കി? അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ഈ കഴിഞ്ഞ ദിവസം 30-ന് നടന്ന ഹിയറിംഗിൽ കമ്മീഷൻ നൽകിയപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അബ്ദുൽ ഹക്കീം, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട വിധിയാണ് ഇന്ന് വരേണ്ടത്. ആ വിധിക്ക് മുമ്പായി അദ്ദേഹം ഇവിടെ എത്തുകയാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ചർച്ചകൾ, സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടാക്കിയ അഭ്യൂഹങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ, ഇനിയും പുറത്തു വരാനിരിക്കുന്ന നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായെന്ന് മാറുകയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്വാധീനം, ഒരു വിവരം പൊതുജനങ്ങൾ അറിയേണ്ട വിവരം ഒളിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചാലും അതിന് കഴിയില്ല വിവരാവകാശ നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ പുറത്തു വിടണം. സർക്കാർ പ്രധാനമായും ഇതിന് വാദിച്ചത്, ഒക്ടോബർ ഹിയറിംഗ് സർക്കാർ വാദിച്ചത് 97 വരെയുള്ള ഖണ്ഡികകളും 49 53 പേജുകളും ഒഴിവാക്കിയതൊരു തെറ്റായ പ്രചരണം മാത്രമായിരുന്നു. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് ഈ 30-ന് അദാലത്തിൽ സാംസ്കാരിക വകുപ്പ് അല്ലെ ഉദ്യോഗസ്ഥർ സുഭാഷ് തങ്കച്ചിയും ആർ സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷുമൊക്കെ പ്രധാനമായും ഇവിടെ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടില്ല. സർക്കാർ പറഞ്ഞ പ്രകാരമുള്ള ഈ ഇരകളുടെ വിവരങ്ങൾ പുറത്തു വരുന്ന പേജുകൾ, ആ പേജുകൾ മാത്രമാണ് ഒഴിവാക്കിയത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഒഴിവാക്കിയിട്ടില്ല എന്നൊരു വാദമാണ് അവർ ഇവിടെ ഉന്നയിച്ചത്. ഉത്തരവിന്റെ പേജുകൾ സംബന്ധിച്ച് തെറ്റുപറ്റിയതിൽ അപേക്ഷകരോട് ക്ഷമ പറയാൻ തയ്യാറാണെന്നൊക്കെ ഒരു ഘട്ടത്തിൽ ഈ സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, ആ ക്ഷമ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ കാര്യങ്ങൾ പുറത്തുവിടണമെന്നാണ് അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടത്. കമ്മീഷനും ഈ സർക്കാരിൻ്റെ ഈ വാദങ്ങൾ അംഗീകരിച്ചില്ല. ഉദ്യോഗസ്ഥ നടപടി സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മോശം ഉണ്ടാക്കി. രാജ്യവ്യാപകമായി ചർച്ച ചെയ്യേണ്ട റിപ്പോർട്ടിനെ അനാവശ്യ വാദങ്ങളിലേക്ക് തള്ളിവിട്ടുന്ന വിമർശനമൊക്കെ സർക്കാരിനെതിരെ കമ്മീഷൻ അന്ന് ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തി കമ്മീഷൻ പരിശോധിച്ചത്. മുദ്രവച്ച കവറിൽ CD-യും പെൻഡ്രൈവുകളും അടങ്ങിയ ആ റിപ്പോർട്ട് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തിച്ചിരുന്നു. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യത ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കി നൽകാനാണ് കഴിഞ്ഞ ജൂലൈ 5-ന് വിവരാവകാശ കമ്മീഷൻ നിർണായകമായ ഉത്തരവിട്ടത്. വ്യക്തിഗത വിവരങ്ങളടങ്ങിയ 33 ഖണ്ഡികകൾ കമ്മീഷൻ നേരിട്ട് ഒഴിവാക്കിയിരുന്നു. അത് മാറ്റിവെച്ച് ബാക്കിയുള്ള സ്വകാര്യ ബാധിക്കുന്ന മറ്റു വിവരങ്ങൾ ഒഴിവാക്കാൻ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർക്ക് വിവേചന അധികാരം നൽകി. പക്ഷേ എന്തുകൊണ്ട് മാറ്റിവെക്കുന്ന കാര്യം കൂടി അപേക്ഷകരെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി അന്ന് കമ്മീഷൻ നൽകിയിരുന്നു. 101 ഖണ്ഡികൾ കൂടി അതിനുശേഷം വിവരാവകാശ ഓഫീസർ ഒഴിവാക്കിയ പേജുകളും ഖണ്ഡികളും പട്ടിക തിരിച്ച് അപേക്ഷകർക്ക് നൽകി. പട്ടികയിൽ ഇല്ലാതിരുന്നവയും ഒഴിവാക്കി. അതാണ് വിവാദമായത്. അതാണ് ആരെയൊക്കെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, വിവരങ്ങൾ മറച്ചുവെക്കാൻ സാംസ്കാരിക വകുപ്പ് ശ്രമിച്ചു എന്ന പരാതിക്ക് ആധാരമായത്, പരാതിക്ക് അടിസ്ഥാനമായത്. അതിലാണ് ഇന്ന് വളരെ നിർണായകമായ ഒരു വിധി കൂടി വരാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ പുറത്തുവിടാൻ തന്നെ ഇന്ന് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഈ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ വിധിയിൽ ഇന്ന് ഉത്തരവിടാൻ തന്നെയാണ്. അതായത് ഇപ്പോൾ മന്ത്രി പറഞ്ഞത് സർക്കാരിന് ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്ന് മന്ത്രി പറയുകയാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല. വിവരാവകാശ കമ്മീഷൻ
ആവശ്യപ്പെട്ട പ്രകാരമുള്ള അല്ലെങ്കിൽ അവർ പ്രകാരമുള്ള എല്ലാ പേജുകളും പുറത്തുവിട്ട പശ്ചാത്തലമുണ്ട്. അവർ മറച്ചുവെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരാതിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൽ അങ്ങനെ സർക്കാരിന്റെ ഒരു വേർഷൻ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ലല്ലോ ഇത്. ഒരുപാട് സംശയങ്ങൾ അന്ന് മുതലേ ഉയർന്ന ഒരു കാര്യത്തിൽ അത്തരത്തിൽ അതിന്റെ കൃത്യമായ വിശദീകരണം നൽകേണ്ടതും സർക്കാരാണ്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. സർക്കാർ കൈ കഴുകുകയാണ്, ഞങ്ങളല്ല ഉത്തരവാദികൾ, മുഴുവൻ വിവരാവകാശ കമ്മീഷനാണ് എന്ന് മന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെയാണോ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? മന്ത്രി പറയുന്നത് പൂർണ്ണമായും ശരിയില്ല. കാരണം ഈ 101 ഖണ്ഡികകൾ വിവരാവകാശ ഓഫീസർ ഒഴിവാക്കിയത് സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ ഒഴിവാക്കി എന്നുള്ളത് വസ്തുതയാണ്. അത് സ്വകാര്യത മാനിച്ചുകൊണ്ട് പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഭാഗങ്ങൾ മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് ഒരു ഉത്തരവ് കൂടി വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർക്ക് തീരുമാനിക്കാം ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെയാണ് പുറത്തുവിടേണ്ടത്. ആ ഒരു പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി ഒഴിവാക്കിയത്. 5 പേജുകളും 11 ഖണ്ഡികകളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഈ 5 പേജുകളിലും 11 ഖണ്ഡികകളിലും ആരെയൊക്കെയോ കൃത്യമായി കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആരിലേക്കൊക്കെ സൂചനകൾ എത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് സർക്കാർ നിർദ്ദേശപ്രകാരം സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കിയതെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. അത് ഒരുപക്ഷെ ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവരുടെ ഉദ്ദേശത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ തങ്ങൾക്കുണ്ടായ തെറ്റിന് മാപ്പപേക്ഷിക്കാൻ തയ്യാറാണെന്ന് സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ അപേക്ഷകരോട് വ്യക്തമാക്കിയത്. പക്ഷേ മാപ്പപേക്ഷ കൊണ്ട് കാര്യമല്ല, മാപ്പപേക്ഷയല്ല വേണ്ടത്. ഒഴിവാക്കിയ ഭാഗങ്ങൾ സ്വകാര്യത ഹനിക്കുന്നുവെന്ന് കണ്ട് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഒഴിവാക്കിയ ഭാഗങ്ങൾ ഒഴികെയുള്ളവ നൽകണമെന്ന കടുത്ത നിലപാട് 3 മാധ്യമപ്രവർത്തകരാണെന്ന ഹിയറിംഗിൽ പങ്കെടുത്തത്. 3 പേരും ഒരുപോലെ ആവശ്യപ്പെട്ടു. വലിയ വാദപ്രതിവാദങ്ങൾ ആ 30-ന് നടന്ന ഹിയറിംഗിൽ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിധി പുറപ്പെടുവിക്കും, ഉത്തരവിടുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മാധ്യമപ്രവർത്തകർ അറിയിച്ചത്. 11 മണിക്ക് വളരെ നിർണായകമായ വളരെ ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന ഉത്തരവ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. 2005 വിവരാവകാശ നിയമം അത് എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും വസ്തുതകൾ പുറത്തുവിടണമെന്ന് തന്നെ കടുത്ത പ്രതീക്ഷിക്കേണ്ടത്. ഇന്നിപ്പോൾ വിവരാവകാശ കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താലും ഇന്ന് തന്നെ ഇത് പുറത്തു വരണം എന്നില്ല അല്ലെ? ഒരു പക്ഷേ വന്നേക്കാം, അല്ലെങ്കിൽ 1-2 ദിവസം വൈകിയേക്കാം. ഇത് നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്ന ഭാഗങ്ങളാണ്. അത് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്ന് തന്നെ തീരുമാനമെടുത്താലും വരാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഇന്ന് തീരുമാനമെടുത്താൽ ആ ഉത്തരവ് ഇന്ന് തന്നെ പുറത്തുവിടണമെന്നില്ല. അത് സ്വാഭാവികമായും ഇവിടെ വരുന്ന സാംസ്കാരിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും, അല്ലെങ്കിൽ സർക്കാരുമായും ഒക്കെ സംസാരിച്ച ശേഷം മാത്രമേ പുറത്തുവിടാൻ സാധ്യതയുള്ളൂ. ഇന്ന് ആ വിധി ഉണ്ടാകും. ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ അപേക്ഷകർക്ക് നൽകണമെന്ന വിധി ഇന്ന് കമ്മീഷൻ പുറപ്പെടുവിച്ചേക്കും. അധികം വൈകാതെ തന്നെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സർക്കാർ ഇതിലൊന്നും ഒളിക്കാനില്ല. ഇനിയും സർക്കാർ ഈ വിഷയത്തിലൊരു കടുംപിടുത്തം തുടരാൻ ഇടയില്ല എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ഇന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച അവധിയാണ്. ഒരുപക്ഷെ തിങ്കളോ ചൊവ്വയ്ക്കുള്ളിൽ തന്നെ ഈ വിധി ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടി പുറത്തു വന്നേക്കാം എന്നൊരു സൂചനയായി നമുക്ക് മന്ത്രിയുടെ വാക്കുകളെ കാണണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും 11 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. വിവരാവകാശ കമ്മീഷണർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ പ്രധാനമാണ്. മാധ്യമപ്രവർത്തകരടക്കം പങ്കെടുത്ത ഹിയറിംഗിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ ഒരു അന്തിമ തീരുമാനം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ.